നെക്സ്റ്റ് ലെക്ചേഴ്സ് നമ്മൾ ഇന്നിവിടെ നോക്കുന്ന ടോപ്പിക്ക് കോമ്പൗണ്ടിങ് ഓഫ് ഒഫൻസുകളാണ്. അപ്പോൾ കോമ്പൗണ്ടിങ് ഓഫ് ഒഫൻസ് എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? നമുക്കൊരു ഇല്ലുസ്ട്രേഷൻ വഴി ആദ്യമേ നോക്കാം. രാജ് എന്ന് പറഞ്ഞ ഒരു വ്യക്തി രവിയെ തല്ലുന്നു. ഓക്കെ, അപ്പൊ രവി ആണെങ്കിൽ കോസിങ് ഹേർട്ട് എന്ന് പറഞ്ഞ ഒരു പ്രൈവറ്റ് കംപ്ലൈന്റ് കൊടുത്തു. രാജ് ഓടി വന്നിട്ട് എടാ കേസിനൊന്നും പോവല്ലേ, ക്ഷമിക്കെന്നോട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രവി ഒന്ന് പറഞ്ഞു. അപ്പൊ രാജ് പറഞ്ഞു എങ്കിൽ പോട്ട് പുല്ല്, നമുക്കത് കോംപ്രമൈസ് ചെയ്തേക്കാന്ന് പറഞ്ഞുകൊണ്ട് അവരെ കേസ് കോംപ്രമൈസ് ചെയ്തു. ഇതാണ് നമ്മുടെ കോംപ്രമൈസിങ് ഓഫ് ഒഫൻസ് അല്ലെങ്കിൽ കോമ്പൗണ്ടിങ് ഓഫ് ഒഫൻസ് എന്ന്. അപ്പൊ നമുക്കിത് ഒരു ലീഗൽ വേയിൽ ഇതെങ്ങനെ വരുമെന്ന് നോക്കാം. സെക്ഷൻ 359 ഓഫ് ദ സംഹിത പ്രകാരം ഏതൊക്കെ ഒഫൻസുകളാണ് കോമ്പൗണ്ടഡ് അല്ലെങ്കിൽ കോംപ്രമൈസ്ഡ് നിന്ന് ഒരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്, ലിസ്റ്റ് ഇനുമറേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ BNSSന്റെ കീഴിൽ. അതുപോലെ തന്നെ സെക്ഷൻ 359 സബ്സെക്ഷൻ 1 പ്രകാരം BNS ഭാരതീയ ന്യായ സംഹിത പ്രകാരം കുറച്ച് ഒഫൻസുകൾ കോമ്പൗണ്ടഡ് ആണ്, അതിൻ്റെ നെയിം ഇനിമറേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സെക്ഷൻ 359 സബ്സെക്ഷൻ 1ന്റെ കീഴിൽ ആർക്കാണ് ഒരു ഒഫൻസ് കോമ്പൗണ്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത് എന്നും ഇനിമറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ കോമ്പൗണ്ടബിൾ ആയിട്ടുള്ള ഒഫൻസുകളുടെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ കോസിങ് ഹേർട്ട്, റോങ്ഫുൾ റെസ്ട്രെയിനിങ്, കൺഫൈനിങ് എനി പേഴ്സൺ, അസാൾട്ട്, യൂസ് ഓഫ് ക്രിമിനൽ ഫോഴ്സ്, ക്രിമിനൽ ട്രസ്പാസ് എക്സെട്ര ആണ്. നമുക്ക് ഈ ഹേർട്ട് കോസ് ചെയ്തതിന്റെ കാര്യം തന്നെ എടുക്കാം. ഇപ്പൊ രവി ആണെങ്കിൽ രാജിനെ തല്ലി ഇരിക്കട്ടെ, ഈ ഒരു ഇല്ലുസ്ട്രേഷൻ തന്നെ എടുക്കാം. അപ്പൊ രാജിനാണെങ്കിൽ രവിയുമായിട്ട് ഒരു കോംപ്രമൈസിൽ വന്ന് ഈ ഒരു കേസ് സെറ്റിൽ ചെയ്യാൻ വേണ്ടി സാധിക്കും. അത്രേ ഉള്ളൂ നമ്മുടെ കോമ്പൗണ്ടിങ് ഓഫ് ഒഫൻസ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സെക്ഷൻ 359 സബ്സെക്ഷൻ 2 ഇനിമറേറ്റ് നെയിം ഓഫ് സർട്ടൈൻ ഒഫൻസസ് under the Bharatiya Nyaya Sanhita 2023 which can be compounded by the parties with the permission of the court before which any prosecution for which such offense is pending. ഇപ്പം ഏതെങ്കിലും ഒരു കോർട്ടിന്റെ മുന്നാകെ ഒരു ഒഫൻസിന്റെ പ്രോസിക്യൂഷൻ പെൻഡിങ് ആണെങ്കിൽ ആ കോർട്ടിന്റെ പെർമിഷനോട് കൂടി പാർട്ടീസിന് കോമ്പൗണ്ട് ചെയ്യാൻ പറ്റുന്ന ഒഫൻസുകൾ എന്തൊക്കെയാണ് എന്നാണ് സെക്ഷൻ 359 സബ്സെക്ഷൻ 2 ഇനുമറേറ്റ് ചെയ്തിട്ടുള്ളത്. ഇത്രയേ ഉള്ളൂ. ഒരു കോർട്ടിന്റെ മുന്നിൽ എന്തെങ്കിലും ഒരു ഒഫൻസിന്റെ പ്രോസിക്യൂഷൻ പെൻഡിങ് ആണെങ്കിൽ ആ കോർട്ടിന്റെ പെർമിഷനോട് കൂടി പാർട്ടീസിന് കോംപ്രമൈസ് ചെയ്യാൻ പറ്റുന്ന ഒഫൻസുകളുടെ പേരാണ് സെക്ഷൻ 359 സബ്സെക്ഷൻ 2ന്റെ അകത്ത് ഇനുമറേറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ BNS ആണ് പറയുന്നത്, അത് ശ്രദ്ധിക്കണം. BNSും BNSSും മാറിപ്പോവല്ല. ഇവിടെ BNSSന്റെ സെക്ഷൻ പറയുന്നത് 359 മാത്രമേ ഉള്ളൂ. ബാക്കി 359 സബ്സെക്ഷൻ 1ഉം 59 സബ്സെക്ഷൻ 2ഉം BNSന്റെ കാര്യമാണ് പറയുന്നത്. അപ്പൊ ഇവിടെ എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണെങ്കിൽ വോളണ്ടറിലി കോസിങ് ഹേർട്ട്, ചീറ്റിംഗ് ബൈ പേഴ്സോണേഷൻ എല്ലാം ഇതിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇപ്പം ഒരു ഒഫൻസ് കോമ്പൗണ്ടബിൾ ആണ് നമ്മുടെ സെക്ഷൻ 359 അല്ലെങ്കിൽ 359 സെക്ഷൻ 1 സബ്സെക്ഷൻ 2 പ്രകാരം കോമ്പൗണ്ടബിൾ ആയിട്ടുള്ള ഒരു ഒഫൻസ് ആണെങ്കിൽ അങ്ങനെ ഒരു ഒഫൻസിന്റെ അബേറ്റ്മെന്റും അറ്റംപ്റ്റും കോമ്പൗണ്ടബിൾ ആയിരിക്കും. അതുപോലെ തന്നെ ഇപ്പൊ കോംപ്രമൈസ് ചെയ്യേണ്ട ആ വ്യക്തി ഒരു ചൈൽഡോ അല്ലെങ്കിൽ അൺസൗണ്ട് മൈൻഡോ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയുടെ ബിഹാഫായിട്ട് മറ്റൊരു വ്യക്തിക്ക് കോർട്ടിന്റെ പെർമിഷനോട് കൂടി ആ ഒഫൻസ് കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ അപ്പീൽ പോകുന്ന ആ സ്റ്റേജിൽ വരെ ഒരു ഒഫൻസ് കോമ്പൗണ്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. പക്ഷെ അപ്പീലേറ്റ് കോർട്ടിന്റെ അപ്രൂവൽ വേണമെന്ന് മാത്രം. അതുപോലെ തന്നെ നമ്മുടെ സെക്ഷൻ 350 എക്സ്പ്രസ്ലി പറയാത്ത ഒരു ഒഫൻസുകളും കോമ്പൗണ്ടബിൾ അല്ല. The composition of an offense shall have the effect of an acquittal of the accused. ഇങ്ങനെ ഒരു കേസ് കോംപ്രമൈസ് ചെയ്ത് സെറ്റിലായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അക്യൂസ്ഡിനെ അക്വിറ്റ് ചെയ്തു എന്നാണ് കണക്കാക്കുന്നത്. എഫക്ട് അക്വിറ്റൽ ഓഫ് ദ അക്യൂസ്ഡ് ആണ് ഇങ്ങനെ ഒരു കോംപ്രമൈസിനുള്ളത്. അപ്പം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ലെക്സ് ലെക്ചേഴ്സ് ഫോർ മോർ ലീഗൽ അപ്ഡേറ്റ്സ്.